ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞാനൊരു ക്ഷേത്രത്തിൽ പോയതിൻ്റെ വിശേഷങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ വീഡിയോസൊന്നും എനിക്കങ്ങനെ എടുക്കാൻ പറ്റിയില്ല, കാരണം അവർ അനുവാദം വേണം. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് നിങ്ങളോട് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും പോകുമ്പോൾ ചിലപ്പോൾ അനുവാദം ചോദിച്ചിട്ട് എടുക്കാൻ തോന്നുന്നു, പക്ഷേ ഞാൻ അനുവാദം ചോദിക്കാനൊന്നും പോയില്ല, അതുകൊണ്ട് എടുക്കാനും പോയില്ല. പുറത്തുനിന്നുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയാൽ ഭയങ്കര ഒരു എന്താ പറയുക, നല്ലൊരു ഫീലാണ് കേട്ടോ. നമ്മളെന്താ ഈ പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ള ചില സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ശരിക്കും ഓർമ്മ വരുന്നത് അതിൻ്റെ ഉള്ളിലോട്ട് പോയാൽ. അപ്പോൾ ഒലവക്കോട് കാവിൽപ്പാടം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് ഈ അമ്പലം വരുന്നത്. അമ്പലത്തിൻ്റെ പേര് പറഞ്ഞത് ഒരു നാഗേക്ഷി അമ്പലമാണ്. അപ്പം ശ്രീ പുളിക്കൽ നാഗേക്ഷി അമ്മ, അങ്ങനെയാണ് ആ അമ്പലത്തിൻ്റെ പേര് വരുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ നിറയെ നാഗത്താന്മാരുടെ വിഗ്രഹങ്ങളാണ് മുഴുവൻ. ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ്, നല്ല പോസിറ്റീവ് എനർജിയാണ്, നല്ല തണലും നിറയെ മരങ്ങളും. ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ആ ഒരു ഫീലാണ്. അപ്പോൾ ഫസ്റ്റ് നാഗയക്ഷി അമ്മയാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. അവിടെ പ്രത്യേക നേർച്ചകളൊക്കെ ഉണ്ട്. പിന്നെ വരുന്നത് ശ്രീ വീരപോർക്കലി ഭഗവതി എന്ന് പറയുന്നൊരു ഭഗവതിയാണ്. വലിയൊരു ഭഗവതിയുടെ രൂപമാണ് അവിടെ. ആ ഭഗവതിയുടെ പേര് തന്നെ ഞാൻ ഫസ്റ്റ് വരുമ്പോൾ തന്നെ നോട്ട് ചെയ്തതാണ്. കാരണം ഈ ഭഗവതി ഞാൻ പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുള്ളതാണ്. അത് വടക്കൻ പാട്ടുകളിൽ ഈ ഒരു ഭഗവതിയെ, വീരപോർക്കലി ഭഗവതിയെ വണങ്ങി അങ്ങനെ വടക്കൻ പാട്ടുകളിൽ ഞാനങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഞാൻ MA പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. സാറ് പഠിപ്പിച്ചതൊക്കെ എനിക്ക് ആ സമയത്ത് ഓർമ്മ വന്നു. അപ്പം ആ ഒരു ഭഗവതിയാണ് അവിടെ മെയിനായിട്ടുള്ളത്. പിന്നെ അവിടെ നമുക്ക് ചാന്ത് ചാർത്തൽ എന്ന് പറഞ്ഞൊരു വഴിപാടുണ്ട്. അത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് ആ ഒരു നേർച്ച നേർന്നാൽ അവൻ നമുക്കൊരു ചാന്ത് തരും. അത് നമ്മളെന്നും തൊടണം, നെറ്റിയിൽ തൊടണം. പിന്നെ 3 മാസത്തിനുള്ളിൽ അത് നടക്കും എന്നാണ് അവിടുത്തെ വിശ്വാസം. അപ്പോൾ നമ്മളിപ്പോൾ പോയെന്ന് വെച്ചാൽ നമുക്ക് ആ ദേവിക്ക് പട്ട് കൊടുക്കാനുണ്ടായിരുന്നു. കല്യാണത്തിന് നേർച്ചയായിരുന്നു. അപ്പം ചെറിയ പട്ടല്ല, വലിയ പട്ടാണ്. കാരണം വലിയ ദേവി ആയതുകൊണ്ട് വലിയ പട്ടാണ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നത്. അതേപോലെ താലി, അപ്പോൾ താലി ഉത്സവമൂർത്തിക്കാണ്, ചെറിയ പൊട്ടുതാലിയാണ്. അപ്പോൾ താഴെ തന്നെ ദേവിയുടെ താഴെ തന്നെ ഉത്സവമൂർത്തിയുണ്ട്. ഉത്സവമൂർത്തിക്കാണ് ഈ താലി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ അപ്പം തന്നെ അത് ചാർത്തി കാണിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഉള്ളിലോട്ട് വരുമ്പോൾ നിറയെ സർപ്പക്കാവാണ്, ഗന്ധർവൻ കാവ്, യക്ഷിയമ്മ, യക്ഷിക്കാവ്, അങ്ങനെ കുറേ കാവുകളുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ശങ്കര മഠം എന്നുണ്ട്. അവിടെയാണ് അവിടുത്തെ തിരുമേനിമാരൊക്കെ താമസിക്കുന്നത്. അതിനുള്ളിൽ ക്ഷേത്രമൊക്കെ വരുന്നു, പക്ഷേ അതിനുള്ളിലൂടെ നമുക്ക് പ്രവേശനമൊന്നുമില്ല. ആ മഠമൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ യക്ഷിയമ്മയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അതിനുള്ളിലൂടെ ചെന്ന ഫുള്ള് എന്താ പറയുക, നല്ല തണുപ്പാണ്. മുകളിലൊക്കെ നിറയെ ഇങ്ങനെ മരങ്ങളും വള്ളികളും ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ഫുള്ള് നാഗത്താന്മാരുടെ പ്രതിഷ്ഠകളും ഗന്ധർവന്മാരും യക്ഷിയമ്മയും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ യക്ഷിയമ്മയുടെ അവിടെ ചുറ്റും ഇങ്ങനെ എന്താ പറയുക, ഈ നമ്മുടെ കുപ്പിവളയില്ലേ, ഇങ്ങനെ കുപ്പിവള ഒരുപാട് കുപ്പിവള ഇങ്ങനെ തൂക്കിയിട്ട് അതവിടെ നേർച്ചയായിരിക്കും. ഒരുപാട് പേര് ഇങ്ങനെ കുപ്പിവള തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഗന്ധർവൻ കാവ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ TV-യിലൊക്കെ കണ്ടിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ അനന്തപുരത്തിലൊക്കെ നമുക്കിങ്ങനെ തോന്നത്തില്ല, ആ ഒരു ഫീലാണ് കേട്ടോ ആ ഗന്ധർവൻ കാവിലാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ ഉള്ളിൽ 2-3 പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കുറേ വഴിപാടുകളുണ്ട്. കറക്റ്റ് എനിക്ക് എല്ലാം അറിയത്. ഞാൻ അതിൻ്റെ വഴിപാടിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം പാലക്കാടുള്ളവർക്കൊക്കെ പോകാൻ പറ്റുമെങ്കിൽ പോവുക. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഉള്ളിലോട്ടൊക്കെ പോകുക. എനിക്ക് മണ്ണാർശാലയിൽ പോകുമ്പോൾ എനിക്ക് ആ ഒരു ഫീൽ കിട്ടാറുണ്ട്. നല്ലൊരു തണുപ്പും ആ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെയും. ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിൽ ഒരു ശങ്കരേടത്ത് മഠം എന്ന് പറഞ്ഞൊരു മഠമൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ തന്നെ ട്രസ്റ്റ് ഓഫീസ്, പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ പൊതുവെ എനിക്ക് പാലക്കാടുള്ള എല്ലാ അമ്പലങ്ങളിലും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ അമ്പലത്തിലും നമുക്ക് ഇങ്ങനെ കണ്ണാടി വെച്ചിട്ടുണ്ട്. നമ്മൾ ചന്ദനം തൊടുന്ന സമയത്ത് ചന്ദനം തൊടാനായിട്ട് കണ്ണാടി നമ്മൾ എല്ലാ അമ്പലത്തിലും, ഞാൻ പാലക്കാട് ഏത് അമ്പലത്തിൽ പോയാലും ഞാൻ കാണാറുണ്ട്. അവിടെ ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചന്ദനം വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് കണ്ണാടി നോക്കി ചന്ദനം തൊടാം. പക്ഷേ ഞങ്ങളുടെ അവിടെ ഒന്നും അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതെനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ അമ്പലത്തിൻ്റെ പുറത്തുനിന്നുള്ള ചെറിയ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ പാലക്കാട്ടുള്ളവർക്ക് അല്ലാത്തവർക്കും പോകാം കേട്ടോ. പാലക്കാട്ടുള്ളവർക്ക് അടുത്തായത് മാക്സിമം പോവാം. ഞാൻ എപ്പോഴും വിചാരിക്കും വീട്ടിൽ നിന്നൊക്കെ അമ്മയും ചേച്ചിയൊക്കെ വരുമ്പോൾ അവരെയൊക്കെ കൊണ്ടുപോകണമെന്ന്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പലം, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശേഷങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.